എൻ്റെ പ്രിയപ്പെട്ട പഠിതാക്കളെ, പ്രേക്ഷകരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഈ ക്ലാസ്സുകൾ എന്തിനാണ് നടത്തുന്നത് എന്ന് വെച്ചാൽ, കേവലം 60 മണിക്കൂർ കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് എന്ന നമ്മുടെ ശക്തനായ എതിരാളിയെ നമുക്ക് കീഴ്പ്പെടുത്തി നമ്മുടെ ചൊൽപ്പടിയിലാക്കാൻ കഴിയണം എന്ന് ഉദ്ദേശിച്ച് തയ്യാറാക്കിയിട്ടുള്ളതാണ്. അതിനു വേണ്ടി നടത്തുന്ന ക്ലാസ്സാണിത്. കാരണം അത്രയും കുറഞ്ഞ സമയം കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റില്ല? നമുക്ക് 20-15 കൊല്ലം ചിലവഴിക്കാതെ ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റുമോ? പറ്റുമെന്ന് നിങ്ങൾ തെളിയിക്കേണ്ടത് നിങ്ങളുടെ ചുമതലയാണ്. അതിന് നിങ്ങളെ സഹായിക്കുക എന്നുള്ളതാണ് ഈ ക്ലാസ്സിൻ്റെ ലക്ഷ്യം. മനസ്സിലായല്ലോ? അപ്പോൾ അതിന് തയ്യാറായി ആവേശത്തോടെ വാശിയോടെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കേവലം വാശിയും ആഗ്രഹവും മാത്രം പോരാ, അതിനോടൊപ്പം ഉത്സാഹവും വേണം. കാരണം എന്താണ് പഴഞ്ചൊല്ല്? വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. എന്താണ് പഴഞ്ചൊല്ല്? വേർ ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ എന്നാണ്. എന്ന് വച്ചാൽ അറിയൊന്നും അർത്ഥം ഇല്ല. പക്ഷെ നിങ്ങൾ അത് മനസ്സിലാക്കുന്ന ലെവലിലേക്ക് നിങ്ങളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയരണം എന്നൊരു വാശി നിങ്ങൾക്ക് വേണം കേട്ടോ. ഇതിൻ്റെ അർത്ഥം ഇതാണ്: ഉത്സാഹമുണ്ടെങ്കിൽ അത്താഴമുണ്ണാം. മനസ്സിലായില്ലേ? ബൈബിൾ പറയുന്നുണ്ട് എന്താണ്? തേടാത്ത കിളിക്ക് ഭക്ഷണം കിട്ടില്ല. ഭക്ഷണക്കൂടി ഉണ്ടായിട്ട് കാര്യമില്ല. ദൈവം ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഇവിടെ. പക്ഷേ കിളിക്കൊരു ധർമ്മമുണ്ട്. എന്താണത്? തേടണം. എന്ന പോലെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ അതിന് ശ്രമിക്കണം, അധ്വാനിക്കണം. ആത്മാർത്ഥമായി അധ്വാനിച്ചാൽ നമുക്ക് ഈ പറഞ്ഞ സമയം കൊണ്ട് അനായാസം ഇംഗ്ലീഷിനെ കീഴ്പ്പെടുത്താം. അതായിരിക്കണം നമ്മൾ പ്രഥമ ലക്ഷ്യം. അപ്പോൾ അത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അതാത് ദിവസം പഠിച്ചിരിക്കണം. അത് കരിങ്കല്ലിൽ കൊത്തിവെച്ച പോലെ നമ്മുടെ മനസ്സിലങ്ങനെ അത് ഉണ്ടായിരിക്കണം. ഓരോ ദിവസം പഠിക്കുന്നത് ആ ദിവസം തന്നെ മറന്നു കളയാനുള്ളതല്ല എന്നൊരു കാര്യം നമുക്ക് ഓർമ്മ ഉണ്ടാവും. ആ ഓർമ്മയോട് കൂടി പഠിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 60 ദിവസം കൊണ്ട് നമുക്ക് നല്ല ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരാളായി തീരാം. അത് ഞാൻ തുടർന്ന് ക്ലാസ്സിൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കും. ആ ഒരു മാനസികതയോടെ, അതായത് വാശിയോടെ, അതോടൊപ്പം തന്നെ ആവേശത്തോടെ ഒരു പന്ത് കളിക്കാരൻ എതിർ ടീമിലേക്ക് ഗോളടിക്കാൻ എത്ര ആവേശത്തോടെയാണ് മുന്നേറുക. ആ ആവേശത്തോടെ നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാധ്യമാകും. ഒരു സംശയവും എനിക്കില്ല. നമുക്കിനി കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? നമ്മൾ വാചകങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? എങ്ങനെയാണ് ഒരു വാചകം ഉണ്ടാകുക എന്ന് ഞാൻ വിശദമാക്കി തന്നിരുന്നു. നിങ്ങളുടെ ഓർമ്മയിലുണ്ടോ? ഉണ്ടായിരിക്കണം. ഒന്ന് പരിശോധിക്കാൻ നമുക്കുണ്ടോയെന്ന്. ഞാൻ അതിൻ്റെ ഉത്തരം അങ്ങോട്ട് പറയാം. എങ്ങനെയാണ് വാചകം ഉണ്ടാകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയാം. നിങ്ങളുടെ ജോലി എന്താ? എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം. അതായത് ഒരു അധ്യാപകനെ തിരുത്താൻ പറ്റുമ്പോഴാണ് വിദ്യാർത്ഥി ശരിയായ പാഠം പഠിച്ചു എന്ന് പറയാൻ കഴിയുക. കാരണം അധ്യാപകൻ്റെ നിലവാരത്തിലെത്തുമ്പോഴാണല്ലോ അത് പഠിക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്നുണ്ടെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അത്
ചൂണ്ടിക്കാണിക്കുക. മാഷെ ഇന്ന ഭാഗം തെറ്റി, ഇങ്ങനെയല്ലേ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമാകണം. എങ്ങനെയാണ് ഒരു വാചകം ഉണ്ടാകുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അക്ഷരങ്ങൾ ചേർന്ന് വാക്കുകൾ ഉണ്ടാകുന്നു. ഇനി അപ്പോൾ അക്ഷരങ്ങൾ ചേർന്നാണ് വാക്ക് ഉണ്ടാകുന്നത്. ഇനി വാക്കുകൾ ചേർന്ന് എന്തുണ്ടാകുന്നു? വാക്യഭാഗമുണ്ടാകുന്നു. വാക്കുകൾ ചേർന്ന് വാക്യഭാഗമുണ്ടാകുന്നു. ഇനി വാക്യഭാഗങ്ങൾ ചേർന്നാലോ എന്താ ഉണ്ടാകുക? വാചകമുണ്ടാകുന്നു. അപ്പോൾ എങ്ങനെയാണ് വാചകം ഉണ്ടാകുന്നത്? വാക്യഭാഗങ്ങൾ ചേർന്ന്. എന്താണ് ഒരു വാചകത്തിൻ്റെ ഉപയോഗമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തന്നിരുന്നു. എന്താണത്? നമ്മുടെ മനസ്സിലുള്ള ഒരു വീഡിയോ ചിത്രം അല്ലെങ്കിൽ ഒരു വീഡിയോ, ശബ്ദവും ദൃശ്യവും ഒക്കെ ഉള്ള ഒരു വീഡിയോ മറ്റൊരാളുടെ മനസ്സിൽ അതേപോലെ ഒരു ചിത്രവും അതുപോലെ ശബ്ദവും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അതായത് നമ്മുടെ മനസ്സിലുള്ള ഒരു കാര്യം അതേപോലെ മറ്റൊരാളിൽ എത്തിക്കാനാണ് വാചകം എന്ന് ഞാൻ വിശദീകരിച്ച് തന്നിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു വാചകമുണ്ടാകുന്നത്? വാക്യഭാഗങ്ങൾ ചേർന്ന്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉദാഹരണമായി പറഞ്ഞ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഓർമ്മയില്ലെങ്കിൽ ഞാൻ അത് താഴെ എഴുതിയിട്ടുണ്ട്, ഞാൻ അത് വായിക്കാം. അതായത്, ഇന്നലെ രാത്രിയിൽ ഞാൻ ഒരു പാമ്പ് ഒരു തവളയെ വിഴുങ്ങുന്നത് കണ്ടു. ഇതായിരുന്നു ആ വാചകം, അല്ലേ? അപ്പോൾ ഞാൻ കണ്ടൊരു സംഭവമാണത്, അല്ലേ? ആ സംഭവത്തെ വിവരിക്കുന്ന വാചകമാണത്. അപ്പോൾ ഈ വാചകം പറയുന്നത് കൂടി എന്താണ് എൻ്റെ വീട്ടിലുണ്ടായേ, ഇന്നലെ ഉണ്ടായേ എന്ന കാര്യം നിങ്ങളുടെ മനസ്സിലും ഉണ്ടാകും, അല്ലേ? അപ്പോൾ ഈ വാചകം പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഞാൻ പറഞ്ഞ എന്താണെന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഈ വാചകം എന്തിനു വേണ്ടിയാണോ അതിൻ്റെ ധർമ്മം വേണ്ട വിധത്തിൽ പൂർത്തിയാക്കി എന്ന് പറയാം. അപ്പോൾ നമുക്ക് അഥവാ നല്ല രീതിയിൽ മലയാളം പറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇംഗ്ലീഷാണെങ്കിൽ എന്ത് വേണം? ഇതേ ആശയം തന്നെ മറ്റൊരാളുടെ മനസ്സിൽ ഉണ്ടാകുന്ന വിധത്തിൽ എന്ത് ചെയ്യണം? ഇത് പറയണം. മനസ്സിലായ? അപ്പോൾ നമുക്ക് നോക്കുക, ഈ വാചകത്തിൽ എന്താ ഉള്ളത്? കുറേ വാക്യഭാഗങ്ങളുള്ളത്. എത്ര വാക്യഭാഗങ്ങളുണ്ട് പറയാൻ കഴിയൂ? അത് നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള പ്രാപ്തി നിങ്ങൾ നേടിയെടുക്കണം. അതാണ് നിങ്ങളുടെ ഒരു പ്രഥമ ഡ്യൂട്ടി, ജോലി. അതാണ് നിങ്ങളുടെ പ്രഥമ ജോലി. ഇത് ഭാഷ പഠിക്കുന്നതിന് ഉള്ള ഏറ്റവും പ്രധാനമായ ഒരു ജോലി അതാണ്. എന്ത്? ഇതിലെ ഒരു വാചകത്തിലെ വാക്യഭാഗങ്ങളെ എത്രയുണ്ടെന്ന് കണ്ടെത്തി അവ ഏതൊക്കെയാണെന്ന് അവയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയെടുക്കുകയാണ് എന്ത്? വാചകം എഴുതാനുള്ള സൂത്രം എന്നുകൂടി ഞാൻ ഇതിൽ നിങ്ങളോട് പറയുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ എത്ര വാക്യഭാഗമുണ്ട് പറയാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ, പ്രശ്നമില്ല. ഞാൻ ആദ്യം വായിക്കാം. അങ്ങനെ വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക എങ്ങനെയാണ് ഓരോ വാക്യഭാഗം മനസ്സിലാക്കുന്നതെന്ന്. ഒരു വാക്യഭാഗത്തിൻ്റെ തുടക്കം എവിടെ, ഒടുക്കം എവിടെ എന്ന് മനസ്സിലാക്കുന്നത്. ഇത്ര ഭാഗം ഒരു വാക്യഭാഗമാണെന്ന് എങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളത് സ്വയം കണ്ടെത്താനായിട്ട് ഒന്ന് ശ്രമിക്കുക. സ്വന്തം ബുദ്ധി ഒന്ന് ഉപയോഗിച്ച് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നിങ്ങൾ ശ്രമിക്കണം. അപ്പോൾ എന്തെങ്കിലും വഴി നിങ്ങൾക്ക് സ്വയം തോന്നുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. കാരണം സ്വയം പഠിക്കാനുള്ളൊരു കഴിവ് ഡെവലപ്പ് ചെയ്യുകയും നമ്മൾ സ്വയം വികസിപ്പിച്ചെടുത്ത ഒരു ആശയം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, ഒരു വഴി കയ്യിലുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മൾ മറക്കൂല.
നമ്മുടെ സ്വന്തം മാത്രമായിരിക്കും. അതുകൊണ്ട് അത് നല്ലതാണ്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കുക. അത് ഇത് ഞാൻ പറയുന്നതോടൊപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം. അതായത് ഇവിടെ ആദ്യത്തെ വാക്യഭാഗം ഇന്നലെ എന്നുള്ളതാണ്. മലയാളത്തിലെ ആദ്യ വാക്യഭാഗം ഇന്നലെ എന്നുള്ളതാണ്. രണ്ടാമത്തെ വാക്യഭാഗമോ എന്ന് ചോദിച്ചാൽ രാത്രിയിൽ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏതു ക്രമത്തിലാണോ വാക്യഭാഗം പറഞ്ഞത് അത് ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. ഇപ്പം മാത്രമല്ല, ഓരോ വാക്യഭാഗത്തിൻ്റെയും അടിയിൽ നീല ചോക്ക് കളറിൽ ഉള്ള ചോക്ക് കൊണ്ടൊരു വര വരച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 7 എണ്ണം കാണാം. അത് ഓരോന്നും ഞാൻ വായിക്കാം. ഇപ്പോൾ 2 എണ്ണം വായിച്ചു കഴിഞ്ഞു. മൂന്നാമത് ഞാൻ എന്നുള്ളതാണ് മൂന്നാമത്തെ വാക്യഭാഗം. അത് ഞാൻ മഞ്ഞ നിറത്തിൽ എഴുതിയിട്ടുണ്ട്. കാവി നിറം എന്നാണ് പറയുന്നത് നല്ലത്. ഇനി അടുത്തത് ഒരു പാമ്പ് എന്നുള്ളതാണ് 4ാമത്തെ വാക്യഭാഗം. 5ാമത്തെ വാക്യഭാഗമോ എന്താണ്? ഒരു തവളയെ എന്നുള്ളത്. ഇനി 6ാമത്തെ വാക്യഭാഗമോ വിഴുങ്ങുന്നു എന്നുള്ളത്. 7ാമത്തെ വാക്യമോ കണ്ടു എന്നുള്ളത്. അത് ചുവപ്പ നിറത്തിലുള്ള ചോക്കിലാണ് എഴുതിയിട്ടുള്ളത്. അതൊന്നും ശ്രദ്ധിക്കുക. അപ്പോൾ ഏറ്റവും ഒടുവിലത്തെ എന്താണ്? കണ്ടു എന്നുള്ള വാക്യഭാഗം. ഇനി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ എത്ര വാക്യഭാഗമുള്ളൊരു വാചകമാണ് ഇത്? നിങ്ങൾക്ക് യാതൊരു സംശയമില്ലാതെ പറയാലോ. 7 വാക്യഭാഗങ്ങളുള്ള ഒരു വാചകമാണ്. വാക്യഭാഗം ഞാൻ പറഞ്ഞതനുസരിച്ച് അല്ലേ, നിങ്ങൾ മനസ്സിലായെങ്കിൽ തന്നെ ഞാൻ പറഞ്ഞതനുസരിച്ച് 7 വാക്യഭാഗങ്ങളുള്ള ഒരു വാചകമാണ് ഇത്. സംശയമില്ലല്ലോ? ശരി. അപ്പോൾ ഇതിലെ കണ്ടു എന്നുള്ളതാണ് അവസാനത്തെ വാക്യഭാഗം, അതായത് 7ാമത്തെ വാക്യഭാഗം. ഈ 7ാമത്തെ വാക്യഭാഗത്തെ ഒരു പേര് പറയും. ആ വാക്യഭാഗത്തിൻ്റെ പ്രത്യേകത കാരണം അതിനെ ഒരു പേരിലാണ് അറിയപ്പെടുത്തുക. വേർബ് അഥവാ ക്രിയ. മലയാളത്തിൽ ഇതിലാണ് അത് ആ അവസാനത്തെ വാക്യഭാഗം അറിയപ്പെടുക ക്രിയ. അതെങ്ങനെയാണ് ക്രിയ ആണെന്ന് നമുക്ക് മനസ്സിലായത്? ആ വാക്യഭാഗത്തെ എന്തുകൊണ്ടാണ് ക്രിയ എന്ന് വിളിക്കുന്നത്? മറ്റു വാക്യഭാഗങ്ങൾ വ്യത്യസ്തമായി അതൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. എന്താണ്? ഒരു പ്രവൃത്തിയെ. ആ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദത്തെ മലയാള ഭാഷയിൽ പറയുന്നത് ക്രിയ എന്നും അതിനെ അത്തരം വാക്കുകളെ ഇംഗ്ലീഷിൽ പറയുന്നത് വേർബ് എന്നുമാണ്. അപ്പോൾ ക്രിയ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വേർബ് ആണ്. വെർബിനെ കുറിച്ച് ഞാൻ വിശദമായിട്ട്, അതായത് ക്രിയയെക്കുറിച്ച് വിശദമായിട്ട് പ്രത്യേക ക്ലാസ് വയ്ക്കുമ്പോൾ അത് നിങ്ങൾക്ക് നല്ലോണം മനസ്സിലാക്കാം. ഇത് തൽക്കാലം ചെറിയൊരു ഐഡിയ ഉണ്ടാക്കുക. കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് വെർബ് എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ക്രിയ എന്ന് പറഞ്ഞാലോ ഒന്നും അറിയാത്തൊരവസ്ഥയുണ്ട്. അതുകൊണ്ട് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ അത് വിശദമാക്കി തരേണ്ട ഒരു ബാധ്യത കൂടി ഇപ്പോഴത്തെ അധ്യാപകർക്കുണ്ട്. കാരണം നമ്മൾ ഒരു ഭാഷ പഠിക്കണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഷയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരിക്കണം. നമ്മുടെ മാതൃഭാഷയിലായാൽ നല്ലത്. കാരണം മാതൃഭാഷയിൽ അത് നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല ഗ്രാഹ്യമായി മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ആത്മാവിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന വിധത്തിൽ മനസ്സിലാക്കാൻ മാതൃഭാഷയിൽ കഴിയും. അപ്പോൾ മാതൃഭാഷയിലെ അടിസ്ഥാനമായ ഗ്രാമർ തന്നെയാണ് എല്ലാ ഭാഷയിലുള്ളതും. അപ്പോൾ നാമം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുണ്ട്, തമിഴുണ്ട്, കന്നഡയിലുണ്ട്, ഹിന്ദിയിലുണ്ട്, എല്ലാ ഭാഷയിലും, യൂറോപ്യൻ ഭാഷ എല്ലാത്തിലും നാമമുണ്ട്. അപ്പോൾ നാമം എന്താണെന്നില്ല എല്ലാ ഭാഷയിലെയും
ഒരേ അർത്ഥമാണുള്ളത്. നാമത്തിന് എല്ലാ ഭാഷയിലും ഒരർത്ഥമുള്ളതാണ്. അതുപോലെ വേർബിന് അഥവാ ക്രിയയ്ക്ക് എല്ലാ ഭാഷയിലും ഉണ്ട്, എല്ലാ ഭാഷയിലും അത് പ്രവൃത്തിയെ തന്നെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മലയാളത്തിലെ ഏറ്റവും അവസാനം വരുന്ന വാക്യഭാഗം എന്തായിരിക്കും? വേർബ് ആയിരിക്കും. ഈ വെർബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതൊരു പ്രവൃത്തിയെ കുറിക്കുന്നതായിരിക്കും. പ്രവൃത്തിയെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാറ്റമുണ്ടാക്കുന്ന, ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു വാക്കായിരിക്കും അത്. സംഭവം ഉണ്ടാക്കുന്നതിന് കുറ്റി പറയുന്നൊരു വാക്കായിരിക്കും അത്. അപ്പോൾ ഈ വെർബ് എന്ന ആ വാക്കിന് പ്രത്യേകതയുണ്ട്. അത് മാറ്റമുണ്ടാക്കുന്ന ഒരു സംഗതിയെ സൂചിപ്പിക്കുന്നു. ആ ഒരു സംഭവത്തെ ഉണ്ടാക്കുന്നത് തന്നെ ആ പ്രവൃത്തിയാണ്, ആ പ്രവൃത്തിയെ കുറിക്കുന്ന പദമാണ്. അങ്ങനെ തിരിച്ചറിയാം. മലയാളത്തിലെ ഏറ്റവും അവസാനം പറയുന്ന വാക്യഭാഗമായിരിക്കും. പിന്നെ ആ വാക്യത്തിന് പ്രത്യേകതയുണ്ട്. നമ്മളൊരു ക്ലോക്കിനെ ക്യാരി ചെയ്യേണ്ടത്, ഒരു ക്ലോക്ക് ഉള്ള പോലെയാണ് ആ വാക്ക് വായിക്കുമ്പോൾ. അത് സമയത്തെക്കുറിച്ചൊരു ഐഡിയ നമുക്ക് തരും. അതായത് ഇപ്പോൾ ഉള്ളതാണോ, വരാൻ പോണതാണോ, കഴിഞ്ഞതാണോ. അപ്പോൾ അതൊരു സമയത്തെക്കുറിച്ചുള്ള ബോധം നമുക്ക് നൽകുന്നതല്ലേ, എപ്പോഴാണ് എന്നുള്ളത്. വരാൻ പോണ കാര്യമാണോ, കഴിഞ്ഞ കാര്യമാണോ, ഇപ്പോൾ ഉള്ള കാര്യമാണോ എന്നുള്ള ഒരു ക്ലോക്ക് നമുക്ക് സമയം പറയുന്ന പോലെ ഇതൊരു സമയത്തെക്കുറി നമ്മളെ വ്യക്തമാക്കി തരും. മറ്റ് വാക്യഭാഗങ്ങൾക്കില്ലാത്ത ഒരു പ്രത്യേകത ഇതിനുണ്ട്. അതായത് കഴിഞ്ഞതാണോ, ഇപ്പോൾ ഉള്ളതാണോ, വരാൻ പോകണമെന്നുള്ളത്. അപ്പോൾ അത് കണ്ട. അപ്പോൾ കണ്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ്? അത് കഴിഞ്ഞതാണ്, ഇപ്പോൾ ഉള്ളതല്ല. അത് തീർന്നൊരു സംഭവമാണ്. അതായത് പാസ്റ്റിലുള്ള, ഭൂതകാലത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ സമയത്തെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല നമുക്ക് ആ വാക്ക് പറയുമ്പോൾ തന്നെ. അപ്പോൾ ഒരു പാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു സമയത്തെക്കുറിച്ച് അറിയോ, അല്ലെങ്കിൽ തവള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്തെക്കുറിച്ച് അറിയോ. മറ്റ് ഇതിലില്ലാത്തൊരു പ്രത്യേകതൻ്റെ ക്രിയയ്ക്ക് ഒരു സമയത്തെക്കുറിച്ചുള്ള ഉദാഹരണം നൽകുന്നു. പിന്നെ അത് മാറ്റമുണ്ടാക്കുന്ന അല്ലെങ്കിൽ സംഭവം ഉണ്ടാക്കുന്നത് ഈ ക്രിയ എന്ന കാര്യമാണ്. അപ്പം അതിനെ സൂചിപ്പിക്കുന്ന വാക്യഭാഗമാണ് എന്ത്? മാറ്റമുണ്ടാകുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ ചലനമുണ്ടാകുന്നതിനെക്കുറിച്ച് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ അധ്യാപകൻ കുട്ടിയെ തല്ലി. അധ്യാപകൻ കുട്ടിയെ തല്ലി എന്നൊരു തീർക്കുക. ഇവിടെ സംഭവം ഉണ്ടാകുന്ന കാരണം തല്ലി എന്ന ക്രിയ വാക്ക് അല്ലേ, തല്ലി എന്ന ക്രിയ ഉണ്ടായത് കൊണ്ടാണ് ആ സംഭവം തന്നെ ഉണ്ടായത്. തല്ലി എന്ന ഇത് അത് കഴിഞ്ഞതാണെന്ന് നമുക്ക് മനസ്സിലായി ഇല്ലേ. തല്ലി അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ തല്ലി എന്നുള്ളത് അതിലെ സംഭവം ഉണ്ടാക്കുന്ന പദമാണ്. അത് കഴിഞ്ഞതാണെന്നൊരു ബോധം നമുക്ക് നൽകും. അത് ഒരു വാചകത്തിൽ മലയാളത്തിലാണെങ്കിൽ ഏറ്റവും അവസാനം പറയുക അധ്യാപകൻ കുട്ടിയെ തല്ലി. ഏറ്റവും അവസാനം വന്ന വാക്ക് ഏതാണ്? തല്ലി. അതായത് വാക്യഭാഗം ആണത്. ഏറ്റവും അവസാനം വന്ന വാക്യഭാഗം തല്ലി എന്നതാണ് അല്ലേ. അത് അങ്ങനെ തിരിച്ചറിയാം. രണ്ടാമത് ആ ഒരു സംഭവം അധ്യാപകൻ കുട്ടി മാത്രമാണെങ്കിൽ എന്തില്ല, ഒരു സംഭവമില്ല. അധ്യാപകൻ കുട്ടിയെ തല്ലി. ആ തല്ലി എന്നത് വന്നപ്പോൾ എന്തായി? ഒരു സംഭവം ഉണ്ടായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ സംഭവത്തിന് കാരണം ആ തല്ലി എന്ന ആ ഒരു കാര്യമാണ്. ആ കാര്യം എന്ന് പറയുന്നതാണ് പ്രവൃത്തി. അപ്പോൾ അത്തരം വാക്കിന് അതായത് സംഭവത്തെ ഉണ്ടാക്കുന്ന, അതൊരു ചലനത്തെ ഉണ്ടാക്കുന്ന, ഒരു മാറ്റത്തെ ഉണ്ടാക്കുന്നതിന് എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് നമ്മളോട് വ്യക്തമാക്കി തരുന്ന വാക്യഭാഗമാണ് വെർബ്. മനസ്സിലായോ? അപ്പോൾ വെർബിനെ കുറിച്ച് ചെറിയൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അത് കുറച്ച് വാക്കുകളും കൂടി പറയാം. തിന്നുക, കളയ്ക്കുക, വണ്ടി ഓടിക്കുക, ഉഴുക, പഠിപ്പിക്കുക, ഉറങ്ങുക, നടക്കുക, ഊടുക, എഴുതുക, കരയുക, കിടക്കുക. ഇതൊക്കെ ക്രിയാവാക്കുകളാണ്. ഈ വാക്കുകൾ മറ്റേ വാക്കുകളിൽ നിന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു ചലനം, ഒരു മാറ്റം ഉണ്ടാക്കുന്ന സംഗതി ആണല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു ഒരു ഐഡിയ കിട്ടി വെർബിനെ കുറിച്ച് ഇല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ് ഒരു വാക്ക് ഈ വെർബ് അഥവാ ക്രിയ എന്ന വാക്കിനെ മലയാളത്തിൽ തിരിച്ചറിയുക. അപ്പോൾ എല്ലാ വാചകത്തിലും ഒരു വാക്യഭാഗം വെർബിനെ കുറിക്കുന്നതായിരിക്കും അഥവാ ക്രിയയെ കുറിക്കുന്നതായിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഒരു വാക്യഭാഗം എന്താണ്? ചെറിയൊരു അടി കിട്ടിയിട്ടുണ്ടോ ഇല്ലേ.
ഒരു വാക്യഭാഗം എന്തിനെ കുറിക്കുന്നതാണ്? ഇതിൽ വെർബ് എന്ന കാര്യത്തെ കുറിച്ച് പറയാനായിട്ടുള്ളതാണ് ആ വാക്യഭാഗം എന്ന് മനസ്സിലായല്ലോ. ക്രിയയെക്കുറിച്ച് പറയാനുള്ളതാണ് ആ വാക്യഭാഗം എന്ന് മനസ്സിലായല്ലോ. അതുപോലെ ഓരോ വാക്യഭാഗത്തിനും ഇതുപോലെ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, ഒരു കാര്യം വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഓരോ വാക്യഭാഗവും ഓരോരോ കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള, ഇത് ക്രിയ എന്ന കാര്യത്തെ വ്യക്തമാക്കാനും വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ കാര്യങ്ങളെ വ്യക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള വാക്യങ്ങളുടെ കൂട്ടമാണ് എന്ത്? ഈ വാക്യഭാഗം. കണ്ടോ, ഓരോ കാര്യം വ്യക്തമാക്കാനായിട്ട് ഉള്ള വാക്കുകളുടെ ഒരു കൂട്ടമാണ് വാക്യഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നുകൂടി വിവരിക്കുമ്പോൾ അത് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകും. എങ്കിലും ഒരെണ്ണം ഞാൻ ഒരു വാക്യഭാഗം വളരെ വ്യക്തമായി പറഞ്ഞു തന്നു. എന്താണത്? ക്രിയയെക്കുറിച്ചുള്ള വാക്യഭാഗം. അപ്പോൾ അതെപ്പോഴും മലയാളത്തിൽ എവിടെയാണ് വരിക? ഏറ്റവും അവസാനമായിരിക്കും. അങ്ങനെ അതിനെ തിരിച്ചറിയാം. പിന്നെ സമയത്തെ കുറിക്കുന്ന ഒരു ധാരണ നമുക്ക് തരും, അങ്ങനെയും അതിനെ തിരിച്ചറിയാം. പിന്നെ ചലനം, മാറ്റം, ഇതൊക്കെ ബന്ധപ്പെട്ടുള്ളത് അത് നോക്കിയിട്ടും തിരിച്ചറിയാം. ഒരു സംഭവം ഉണ്ടാക്കുന്ന കാര്യമായിട്ടാണ് ആ വാക്ക് പ്രയോഗിക്കുക, അങ്ങനെ തിരിച്ചറിയാം. അങ്ങനെയൊക്കെയാണ് ഈ വാക്യഭാഗത്തെ തിരിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇതിൽ ഇതേപോലത്തെ എത്ര വാക്യഭാഗമുണ്ട്? 7 എണ്ണമുണ്ട്. അപ്പോൾ ഒരു വാക്യഭാഗത്തെ എങ്ങനെ തിരിച്ചറിയുമെന്ന് മനസ്സിലായി. അതുപോലെ ഇവ ഓരോന്നിനെയും നമുക്ക് തിരിച്ച് അറിയാം. അതിന് പിന്നീട് പഠിപ്പിക്കുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ തൽക്കാലം ഇതിൽ 7 വാക്യഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഇനി നോക്കുക. ഇനി നമ്മൾ ഇത് അങ്ങോട്ട് നമ്മുടെ, അതായത് ഭാരതത്തിലെ ഏതെങ്കിലും ഭാഷയിലേക്ക് മാറ്റണം എന്ന് വിചാരിക്കുക. ഈ കാര്യം നമ്മൾ ഇപ്പോൾ ഒരു കന്നഡയിൽ പറയണമെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ തമിഴിൽ പറയുന്നു വയ്ക്കുക. അതിനൊക്കെ ഇതേ ക്രമത്തിൽ തന്നെ അതിൻ്റെ തത്തുല്യമായ, കന്നഡയാണെങ്കിൽ കന്നഡ പറഞ്ഞാൽ മതി, തമിഴാണെങ്കിൽ തമിഴ് പറഞ്ഞാൽ മതി. അപ്പോൾ നോക്കുക, ഇത് നമ്മൾ ഹിന്ദിയിൽ പറയണം വിചാരിക്കുക. അപ്പോൾ ഈ വാക്യഭാഗങ്ങൾക്കുള്ള ഹിന്ദി എന്താണെന്ന് നോക്കുക, അത് പറയുക. ഇതേ ക്രമത്തിൽ പറഞ്ഞാൽ മതി. മലയാളം ഏത് ക്രമത്തിലാണോ മലയാളത്തിലെ വാക്യഭാഗങ്ങൾ പറയേണ്ടത്, അതേ ക്രമത്തിൽ തന്നെ ഹിന്ദി തത്തുല്യമായ ഹിന്ദി വാക്യഭാഗം ഉപയോഗിച്ച് പറഞ്ഞാൽ ഹിന്ദിയായി. നോക്കുക, ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിലെ ആദ്യത്തെ വാക്യഭാഗം എന്താണ്? ഇന്നലെ. അപ്പോൾ ഇന്നലേക്കുള്ള ഹിന്ദി കൽ എന്നാണ്. അപ്പോൾ ആദ്യം പറയേണ്ടത് ഇന്നലെ എന്നാണ് മലയാളത്തിൽ, ഹിന്ദിയിലും അതന്നെ. അപ്പോൾ കൽ എന്ന് പറയുക. രണ്ടാമത് മലയാളത്തിൽ പറയുന്ന വാക്യഭാഗം എന്താണ്? രാത്രിയിൽ. അപ്പോൾ അതിന് തുല്യമായ ഹിന്ദി എന്താണ്? രാത്തുമേ. രാത്രിയിൽ, രാത്തുമേ. അപ്പോൾ അതന്നെയാണ് വയ്ക്കുക. പിന്നെ ഞാൻ എന്നുള്ളതിന് മേനെ എന്ന് വയ്ക്കുക. അപ്പോൾ ഇവിടെ അത് വയ്ക്കും, ഞാനിന് പകരം ഹിന്ദി പറയും. അപ്പോൾ ഇങ്ങനെ ഇതേ ക്രമത്തിൽ തന്നെ തത്തുല്യമായ ഹിന്ദി വാക്യഭാഗം പറഞ്ഞു പോയാൽ മതി, നമ്മുടെ അതേ ക്രമത്തിൽ. എന്നാൽ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിലോ അങ്ങനെയാണോ? അല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു മുഖ്യ കാര്യം. എന്താണ്? മലയാളത്തിൻ്റെ വാക്യങ്ങളുടെ ക്രമമല്ല എന്ന് വച്ചാൽ മലയാളത്തിൽ ആദ്യം പറഞ്ഞതാവണമെന്നില്ല. ഇംഗ്ലീഷ് പഠിച്ചിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരൻ സംസാരിക്കുമ്പോൾ പറയുക. അതായത് നമ്മുടെ ചുണ്ടിലേക്ക് ഒരു കാര്യം പറയാൻ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഈ കാര്യം പറയാനാണെങ്കിൽ നമ്മുടെ നാവിൻ്റെ തുമ്പിലേക്ക് ആദ്യം വരിക ഇന്നലെ എന്നായിരിക്കും, രണ്ടാമത് വരെ രാത്രിയിൽ എന്നായിരിക്കും, മൂന്നാമത് വരെ ഞാൻ എന്നായിരിക്കും, നാലാമത് പാമ്പ്, അഞ്ചാമതൊരു തവളയെ, ആറാമത് വിഴുങ്ങുന്നത്, ഏഴാമത് കണ്ടു. ഈ ക്രമത്തിലായിരിക്കും നമ്മുടെ ചുണ്ടിലേക്ക് വാക്കുകൾ വരിക. എന്നാൽ ഒരു ഇംഗ്ലീഷുകാരൻ്റെ ചുണ്ടിലേക്ക് അങ്ങനെയല്ല വരിക. കാരണം
നമ്മുടെ ചിന്താക്രമമല്ല അവരുടെ ചിന്താക്രമം. കാരണം അവർ നമുക്ക് ജനിതകമായിട്ട് വളരെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് അവരുടെ ചിന്താക്രമം നമ്മുടെ ചിന്താക്രമത്തിൽ നിന്ന് വ്യത്യാസമുള്ളത് കൊണ്ട് അവർക്ക് വേറൊരു തരത്തിലാണ് ഈ വാക്യവിഭാഗങ്ങൾ അവർ ചുണ്ടിലേക്ക് എത്തുക. അതെങ്ങനെയായിരിക്കും നോക്കുക. അതായത് നമ്മൾ മൂന്നാമത് പറഞ്ഞ കാര്യമാണ് എന്തെന്ന് ആദ്യം വരിക. എന്താണ് ആദ്യം അവരുടെ ചുണ്ടിലെത്തുന്നത്? ഏതായിരിക്കും? ഞാൻ എന്നതിന്, അതായത് നമ്മൾ മൂന്നാമത് പറഞ്ഞ വാക്യഭാഗത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം അത് ഐ എന്നാണ്. ഞാന് തത്തുല്യമായ വാക്യഭാഗം ഇംഗ്ലീഷിൽ ഐ ആയതുകൊണ്ട് ഐ എന്നായിരിക്കണം ഇംഗ്ലീഷ് അറിയുന്ന ഒരാൾ ആദ്യം വയ്ക്കേണ്ടത്. അഥവാ ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാൾ ആദ്യം വയ്ക്കേണ്ടത് ഐ ആയിരിക്കും. ഇനി രണ്ടാമത് വയ്ക്കണം ഏത് വാദ്യം വയ്ക്കണം അറിയൂ? അത് എപ്പോഴും വെർബിനെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം, അഥവാ ഇതിൽ ലാസ്റ്റ് വന്ന വാക്യഭാഗം എപ്പോഴും മലയാളത്തിൽ ലാസ്റ്റ് വന്ന വാക്യഭാഗം അത് ക്രിയയെക്കുറിച്ചുള്ളതായിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗമാണ് ഇംഗ്ലീഷ് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത്. എത്രാമത്തെ? നമ്മൾ അവസാനം പറഞ്ഞ ക്രിയ എന്ന വാക്യഭാഗത്തിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം. അപ്പോൾ ഇംഗ്ലീഷായി. ഇനി മൂന്നാമത് പറയുന്നത് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നാലാമത് പറഞ്ഞത് എന്താ? ഒരു പാമ്പ്. ആ ഒരു പാമ്പ് എന്നുള്ളതായിരിക്കും നമ്മൾ നാലാമത് പറഞ്ഞതായിരിക്കണം നമ്മൾ അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗമായിരിക്കണം നമ്മൾ മൂന്നാമത് വയ്ക്കേണ്ടത്. അപ്പം നാലാമത് മലയാളത്തിൽ പറഞ്ഞത് ഇംഗ്ലീഷിൽ തർജ്ജമ ചെയ്യുമ്പോൾ എത്രാമത്തേറ്റ് വരിക? നാലാമതായിട്ട്. അതായത് മൂന്നാമതായിട്ട്. സ്നേക്ക് എന്നുള്ളത് എത്രാമത്തേതായിട്ട് വരിക? മൂന്നാമത്. ഇനി അടുത്തത് നാലാമത് ഏതാ വരിക എന്ന് ചോദിച്ചാൽ വിഴുങ്ങുന്നത് എന്നുള്ളതാണ് എന്തായിട്ട് വരിക? നാലാമതായിട്ട് വരിക. അതായത് വിഴുങ്ങുന്നതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യഭാഗം. ഇനി അത് അഞ്ചാമത് വരിക ഒരു തവളയെ എന്നതിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം, അതായത് എ ഫ്രോഗ് എന്നാണ് നമ്മൾ അഞ്ചാമത് വരിക. ഇനി ആറാമത് നമുക്ക് വരിക എന്തായിരിക്കും? ഇവിടെ രണ്ടാമത് പറഞ്ഞത് ഏതാ? രാത്രിയിൽ എന്നാണ് മലയാളം പറഞ്ഞത്. അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം ഏതാ? അറ്റ് നൈറ്റ്. ഇതായിരിക്കും ആറാമത് വരിക. എന്ന് വെച്ചാൽ നമ്മൾ രണ്ടാമത് പറഞ്ഞത് ഒരു ഇംഗ്ലീഷുകാരൻ അതേ കാര്യം പറയുമ്പോൾ ആറാമതായിരിക്കും പറയുക. ഇനി ഏഴാമതോ? നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞത് ഏറ്റവും ആദ്യം പറഞ്ഞത് ഏതാ? ഇന്നലെ. അതിന് തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം ഏതാ? അത് യെസ്റ്റർഡേ. അപ്പോൾ യെസ്റ്റർഡേ എന്നുള്ളതായിരിക്കണം ഏറ്റവും അവസാനം പറയേണ്ടത്. അപ്പോൾ ഇതിനൊരു കാര്യം മനസ്സിലായി. നമ്മുടെ മലയാളത്തിലെ വാക്യഭാഗത്തിന് ക്രമമേയല്ല ഇംഗ്ലീഷിലെ വാക്യഭാഗത്തിൻ്റെ ക്രമം. മനസ്സിലായോ? അപ്പോൾ ആ ക്രമം എങ്ങനെയാണ് നമുക്ക് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള വിഷയം. അപ്പോൾ അതിന് ഇപ്പം നമ്മൾ ഒന്ന് കണ്ടുപിടിച്ചു. എന്താണ്? ക്രിയ എന്ന വാക്യഭാഗത്തിൻ്റെ സ്ഥാനം എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. എത്രയാണ്? എല്ലായ്പ്പോഴും ഇംഗ്ലീഷ് രണ്ടാമത്തെ സ്ഥാനം ഏതിനായിരിക്കണം? ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗത്തിനായിരിക്കണം. അപ്പോൾ ഇംഗ്ലീഷ് ഏതൊരു വാചകം എഴുതുമ്പോഴും നിങ്ങൾ സെക്കൻഡായിട്ട് കൊടുക്കേണ്ടത് ഏത് ഭാഗത്തെ സൂചിപ്പിക്കുന്ന വാക്യഭാഗമായിരിക്കും? ക്രിയയെ സൂചിപ്പിക്കുന്ന വാക്യഭാഗം. അത് മിക്കവാറും മലയാളത്തിലെ ഏറ്റവും അവസാനം വരുന്ന വാക്യഭാഗമായിരിക്കും. അത് എപ്പോഴും രണ്ടാമത് വയ്ക്കണം എന്ന കാര്യം ഉറപ്പിക്കുക. അപ്പോൾ വാക്യഭാഗത്തിലെ വാചകം എഴുതുമ്പോൾ ഒരു വാക്യഭാഗത്തിൻ്റെ സ്ഥാനം നിങ്ങൾക്ക് പിടികിട്ടി. ഇതേപോലെ ഓരോ വാക്യഭാഗത്തിനും ഒരു പ്രത്യേക പേരുണ്ട്. അപ്പോൾ ഇതിൽ വെർബാണ് ഈ വാക്യഭാഗം എന്താ പറഞ്ഞ പോലെ
ഓരോ വാക്യഭാഗത്തിനും അതിൻ്റെ അർത്ഥമനുസരിച്ച് വെവ്വേറെ പേരുണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചാണ് അടക്കേണ്ടത്. അത് ഞാൻ പിന്നീട് പറഞ്ഞു തരും. അപ്പോൾ ആകെ ഒരു 5-6 തരം വാക്യഭാഗങ്ങളുള്ളൂ. അപ്പോൾ അതിൽ ഒരെണ്ണം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മെയിനായിട്ട് 4 പഠിക്കുകയുള്ളൂ. അപ്പോൾ 4 വാക്യഭാഗങ്ങളുടെ തരം എന്താണെന്നും അവിടെ പേരെന്താണെന്നും പറഞ്ഞു വെച്ചാൽ അവിടെ ക്രമം എന്തെന്നും പറഞ്ഞു തന്നത് നിങ്ങൾക്ക് എന്തിനു കഴിയും? ഏത് മലയാള വാക്യവും ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഏതേത് ഭാഗങ്ങളാണ് പറയേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അതിനുള്ള ആ വാക്യഭാഗത്തിനുള്ള തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം ഇത് എന്തായി? വാചകമായി. ഇത്ര സിമ്പിളാണ് എന്ത് ഇംഗ്ലീഷിലെ വാക്യഭാഗം പഠിക്കുക. എന്ത് ചെയ്താൽ മതി? നമ്മൾ ഇതിലെ വാക്യഭാഗങ്ങൾ കണ്ടെത്തി അതിൻ്റെ തത്തുല്യമായ ഇംഗ്ലീഷ് വാക്യഭാഗം എഴുതാൻ പഠിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് ഇംഗ്ലീഷിൻ്റെ ഏത് ക്രമമാണെന്ന് പറഞ്ഞില്ലേ, 5 മുഖ്യമായും 5 വാക്യഭാഗം 5 തരം വാക്യഭാഗം ഉണ്ടാവുക. അത് ഏത് ക്രമത്തിലാണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആ ക്രമത്തിലാണ് വെച്ചാൽ മതി, വാക്യായി. അപ്പോൾ അത്രയേ ഉള്ളൂ, സിമ്പിള്. അപ്പോൾ നമ്മൾ അത് അടക്കാനുള്ള, അതായത് വാക്യഭാഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ ഇംഗ്ലീഷ് എന്താണെന്ന് എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആ വാക്യഭാഗം അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ആ വാക്യഭാഗങ്ങളെ ഇംഗ്ലീഷിൻ്റെ ക്രമത്തിൽ അങ്ങോട്ട് അടക്കി പറഞ്ഞ ഇംഗ്ലീഷായി. അപ്പോൾ വാചകം എഴുതാൻ സിമ്പിളാണ്. വാക്യഭാഗം പഠിക്കുക, അത് കഴിഞ്ഞ് അതിൻ്റെ ഏത് ക്രമത്തിലാണോ അടക്കേണ്ടത് ആ ക്രമത്തിൽ അങ്ങോട്ട് അടക്കി പറയുക. അപ്പോൾ അടയ്ക്കാൻ പറയാൻ ചില സൂത്രം ഉണ്ടെന്ന് മനസ്സിലായി ഇല്ലേ? ആ സൂത്രം നിങ്ങൾക്ക് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് അടക്കാൻ കഴിഞ്ഞു. അപ്പോൾ ഇതിൽ അടക്കാന്നുള്ളത് സിമ്പിളാണ്. അതിൻ്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ എന്താണ് ശരിക്കും പഠിക്കേണ്ടത്? നമ്മൾ വാക്യഭാഗം എഴുതാനാണ് പഠിക്കേണ്ടത്. അത് മനസ്സിലായല്ലോ. അപ്പോൾ വാക്യഭാഗം എഴുതാൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സിമ്പിളാണ്. എന്ത് ഏതാണ് ഇവയുടെ ക്രമം എന്ന് മനസ്സിലാക്കി ആ ക്രമത്തിൽ അങ്ങോട്ട് എഴുതി വെച്ചാൽ പറയുകയാണെങ്കിൽ ചെയ്താൽ എന്തായി? ഇംഗ്ലീഷായി. അത്ര സിമ്പിളാണ് ഇംഗ്ലീഷ്. അപ്പോൾ നമുക്ക് ആകെ ഒന്നേ ചെയ്യാനുള്ളൂ ഇംഗ്ലീഷ് പഠിക്കാൻ. വാക്യഭാഗത്തെ വ്യക്തമായി മനസ്സിലാക്കി എന്താണ് വാക്യഭാഗം, അത് ഏത് തരമാണ് വാക്യഭാഗം, അതിൻ്റെ ക്രമം എവിടെ വരിക, അതെങ്ങനെ എഴുതുക, ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ വാക്യഭാഗം എഴുതാനും പഠിച്ചു. അപ്പോൾ അത് സിമ്പിളായി. അപ്പോൾ വാക്യഭാഗം എഴുതാൻ പഠിക്കുക, അതിന് ശേഷം അറേഞ്ച് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ നമുക്കെന്തായി? ഇംഗ്ലീഷ് പഠിച്ചു. സിമ്പിൾ. ഇത്ര ലളിതമായൊരു കാര്യമാണ്. അതിന് 15-20 കൊല്ലമൊന്നും വേണ്ട. അപ്പോൾ മനസ്സിലായല്ലോ എന്താണ് എങ്ങനെയാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടതെന്ന്. വാക്യഭാഗം എഴുതാൻ പഠിക്കുക, പിന്നെ വാക്യഭാഗങ്ങളെ നിശ്ചിത ക്രമത്തിൽ യോജിപ്പിക്കാൻ പഠിക്കുക. അപ്പം എന്തായി? ഇംഗ്ലീഷായി. മനസ്സിലായോ? ഇംഗ്ലീഷ് ആയി. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് ഇപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നൊരു കാര്യം മനസ്സിലായല്ലോ. നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞു തരുന്ന പോലെ നിങ്ങൾ പഠിച്ചാൽ ഇംഗ്ലീഷ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിനി എന്തിനാണ് പുറപ്പെടേണ്ടത്? വാക്യഭാഗം എങ്ങനെ എഴുതണമെന്ന് പഠിക്കണം. അതിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പം നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ആ ആത്മവിശ്വാസത്തോടെ പഠനം തുടരാം. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്ക് എല്ലാവർക്കും വിട. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.